നമസ്കാരം. ഒരു കാലത്ത് ഫോട്ടോഗ്രാഫി ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് അന്ന് ചിത്രങ്ങൾ വരയ്ക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ആളുകൾക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന ഒരേ ഒരു കാര്യം. അന്നത്തെ കാലത്ത് ചിത്രകാരന്മാർക്ക് ഭരണകർത്താക്കളൊക്കെ തന്നെ വലിയ പ്രാധാന്യമാണ് കൊടുത്തിരുന്നത്. പ്രാദേശികമായി അറിയപ്പെടുന്ന ചിത്രകാരന്മാർ പോലും പലപ്പോഴും രാജകൊട്ടാരങ്ങളിലേക്കും മറ്റും ക്ഷണിക്കപ്പെടുകയും അവർ അങ്ങനെ അവിടെ നിരവധി പെയിൻറ്റിങ്ങുകൾ ചെയ്യുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. മുഗൾ രാജാക്കന്മാരുടെ കാലത്ത് ഇക്കാര്യത്തിൽ വലിയൊരു പ്രോത്സാഹനമാണ് അവർ കലാകാരന്മാർക്ക് അന്ന് നൽകിയിരുന്നത്. അന്ന് മുഗൾ വാസ്തു ശില്പ ശൈലിയുടെ ചിത്രങ്ങൾ നിരവധിയായിട്ടാണ് ഇന്നും അനശ്വര സ്മരണകളായി നിലനിൽക്കുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കാനെത്തുകയും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ കൂടുതൽ അവരുടെ അധികാരം ഉറപ്പിക്കുകയും ചെയ്ത സമയത്ത് അവരും ഇത്തരത്തിലുള്ള ചിത്രകാരന്മാരെ നിരന്തരമായി പ്രോത്സാഹിപ്പിച്ചിരുന്നു. തുടക്കകാലത്ത് ഫോട്ടോഗ്രാഫി ഇല്ലായിരുന്നതുകൊണ്ട് തന്നെ അവരും ഈ പെയിൻറ്റിങ്ങുകളെ തന്നെയാണ് ആശ്രയിച്ചിരുന്നത്. ഈ പെയിൻറ്റിങ്ങുകളുടെ ഒരു എക്സിബിഷൻ ഇപ്പോൾ ഡൽഹിയിൽ നടന്നിരുന്നു. ഇത് കാണാൻ യൂറോപ്യന്മാരുൾപ്പെടെ നിരവധി പേരാണ് എത്തിയത്. നമ്മെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പെയിൻറ്റിങ്ങുകളാണ് ഇവിടെ അവർക്ക് കാണാൻ കഴിഞ്ഞത്. അന്നത്തെ കാലത്തെ അജ്ഞാതരായ പല ചിത്രകാരന്മാർ, പലരുടെയും പേര് ഈ ചിത്രങ്ങൾ കാണാത്തത് കൊണ്ട് തന്നെ ഇത് ആരാണ് വരച്ചത് എന്നറിയില്ല എങ്കിലും വളരെ അത്ഭുതകരമായ ദൃശ്യങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അന്നത്തെ നമ്മുടെ നാട്ടിലെ ആചാരങ്ങൾ, അതുപോലെ പ്രകൃതി ഭംഗി, വാസ്തുഭംഗി തുടങ്ങിയ നിരവധി കാര്യങ്ങളിലാണ് ഈ പെയിൻറ്റിങ്ങുകൾ തീർത്തിരിക്കുന്നത്. എ ട്രഷറി ഓഫ് ലൈഫ് ഇന്ത്യൻ കമ്പനി പെയിൻറ്റിങ്സ് എന്നാണ് ഈ ചിത്രപ്രദർശനത്തിന് പേരിട്ടിരിക്കുന്നത്. 1790 മുതൽ 1835 വരെയുള്ള പെയിൻറ്റിങ്ങുകളാണ് ഇവിടെ ഒരുക്കിയിരുന്നത്. ഇതിൽ ഒരു ചിത്രകാരൻ്റെ പേര് പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട്. ആ ഒരു ചിത്രകാരൻ്റെ പേര് മാത്രമാണ് ഒരു പരിധിവരെ നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാക്കാൻ കഴിയുന്നത്. സീതാറാം എന്നൊരു കലാകാരൻ്റെ ചിത്രങ്ങളാണ് ഇവയിൽ പലതും. അദ്ദേഹത്തിൻ്റെ പേര് മാത്രമാണ് ഈ പെയിൻറ്റിങ്ങുകൾ കാണാൻ കഴിയുന്നത്. സീതാറാം അന്നത്തെ കാലത്ത് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് അന്നത്തെ ഗവർണർ ജനറലും മൊത്തമൊക്കെ തന്നെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ യാത്രയിലെ അനുഭവങ്ങൾ പലതും അദ്ദേഹം പിന്നീട് ചിത്രങ്ങളായി മാറ്റുകയായിരുന്നു. ഇവയിൽ ഉത്തരേന്ത്യയിലെ മാത്രമല്ല തെക്കേ ഇന്ത്യയിലെയും നിരവധി ദൃശ്യങ്ങൾ അദ്ദേഹം ചിത്രീകരിച്ചിട്ടുണ്ട്. നിരവധി സസ്യജാലങ്ങളുടെ മനോഹരമായ പെയിൻറ്റിങ്ങുകൾ ഈ എക്സിബിഷനിൽ നമുക്ക് കാണാൻ കഴിയും. ഇവയൊക്കെ തന്നെ ഇന്നത്തെ പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ സസ്യജാലങ്ങളെയാണ് അദ്ദേഹം ചിത്രീകരിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ദക്ഷിണേന്ത്യയിലെ പല ക്ഷേത്രങ്ങളിലെയും ആചാരങ്ങൾ ഇവിടെ നമുക്ക് ചിത്രങ്ങളായി കാണാം. തമിഴ്നാട്ടിലെ കാരയ്ക്കലുള്ള തിരുനെല്ലാർ ക്ഷേത്രത്തിലെ ഒരു ആചാരത്തിൻ്റെ ചിത്രം, അതായത് ഒരു പല്ലക്കിൽ ശിവപ്രതിഷ്ഠ ഏന്തിക്കൊണ്ട് ഒരു സംഘം ബ്രാഹ്മണർ നടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ ഈ ചിത്രപ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്നത്തെ കാലത്ത് ചിത്രകാരന്മാർക്ക് എത്രത്തോളം പ്രോത്സാഹനമാണ് ലഭിച്ചിരുന്നത് എന്നാണ്. ഫ്രഞ്ചുകാർ ഇന്ത്യയിൽ ആധിപത്യം ഉറപ്പിച്ചിരുന്ന കാലത്ത് അവരും നിരവധി ചിത്രകാരന്മാരെ കൊണ്ട് ചിത്രങ്ങൾ വരപ്പിച്ചിരുന്നു. അവരുടെ പ്രോത്സാഹനം യഥേഷ്ടം ലഭിച്ചിരുന്നു. പ്രധാനമായും തെക്കേ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും അന്നത്തെ കാലത്തെ വരച്ച ചിത്രങ്ങൾ കാണാൻ കഴിയും. എന്നാൽ ബ്രിട്ടീഷുകാരുടെ കാലത്താണെങ്കിൽ അവർ കൂടുതൽ ചിത്രങ്ങളും വരയ്ക്കാൻ ആശ്രയിച്ചത് മുഗൾ നിർമ്മിതികൾ തന്നെയായിരുന്നു. താജ്മഹലിനെ കൂടാതെ ഫത്തേപൂർ സിക്രി, കുത്തബ് മീനാർ, അതുപോലെ ഡൽഹിയിലെ വളരെ പ്രധാനപ്പെട്ട മുഗൾ സ്മാരകങ്ങളൊക്കെ തന്നെ ഈ പെയിൻറ്റിങ്ങിൽ നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഒരു വലിയ കാലഘട്ടം ഇവിടെ ഇതൾ വിരിയുകയാണ്. ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവർ ആദ്യമായി അന്ന് ഇന്ത്യയിലേക്ക് എത്തിയപ്പോൾ തന്നെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയും നമ്മുടെ വാസ്തുശില്പ ഭംഗിയും ഒക്കെ കണ്ട് അവർ അത്ഭുത പരതന്ത്രമായി നിന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കാരണം അവർ ഒരിക്കലും കണ്ടിട്ടോ സങ്കല്പിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള അതിമനോഹരമായ ഒരു ലോകമാണ് ഇന്ത്യ അവർക്ക് മുന്നിൽ തുറന്നത്. വളരെ വ്യത്യസ്തമായ കാലാവസ്ഥയുള്ള, വളരെ വ്യത്യസ്തമായ സസ്യജാലങ്ങളുള്ള അതിമനോഹരമായ ഈ ഭൂമിയിലെ ചിത്രങ്ങളൊക്കെ തന്നെ അവർ പ്രത്യേക താല്പര്യമെടുത്ത് തന്നെയാണ് അന്ന് നിർമ്മിച്ചത്. ലൂയിസ പാൾബി എന്ന ബ്രിട്ടീഷുകാരുടെ കൈവശമായിരുന്നതിൽ പല പെയിൻറ്റിങ്ങുകളും ഉണ്ടായിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. പിന്നെ അവരിൽ നിന്ന് പല തലമുറ കൈമാറിയാണ് ഈ ചിത്രങ്ങൾ ഇപ്പോൾ പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത്. ഏതായാലും ഇന്ത്യക്കാരെ സംബന്ധിച്ചാണെങ്കിലും ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെ തന്നെ ശരിക്കും ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ മനോഹരമായ ദൃശ്യങ്ങളാണ് ഈ പെയിൻറ്റിങ്ങുകളിലൂടെ അന്നത്തെ കാലത്തെ ഇന്ത്യയും ഇന്ത്യയിലെ ആചാരങ്ങളെയൊക്കെ തന്നെ കാണാൻ കഴിയുന്നത്.